ഹായ് ഫ്രണ്ട്സ്, സഹാരി റൈസ് പ്ലസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. HSSC പരിശീലനവുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരിക്കും ബോറിംഗ് ആണ്, കാരണം അറിയാവുന്നത് കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ നമ്മുടെ PSCയുടെ ഇന്നത്തെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നേണ്ട ആവശ്യമില്ല. കാരണം എവിടെ നിന്നാണ് ഏത് രീതിയിലാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അസർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നമുക്കിപ്പോ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ അസർഷൻ ടൈപ്പ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഓരോന്ന് നോക്കുമ്പോൾ എല്ലാം അതിന്റെ ഫീച്ചർ അല്ലെങ്കിൽ ഫീച്ചർ അല്ലാത്തതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു പഠിക്കുന്ന ഏരിയ തറവായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അസർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും എളുപ്പമായിട്ടുള്ള ഏരിയ എന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കും എന്ത് ചെയ്യുന്നത്, മിസ്സാവുന്നത്. കാരണം നമ്മൾ ഈസി ആയിട്ട് കണക്കാക്കി പെട്ടെന്നൊന്ന് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പെട്ടെന്നൊന്ന് വായിക്കും, അങ്ങ് അറ്റൻഡ് ചെയ്യും, അത് തെറ്റുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ലാഘവത്തോടു കൂടി ഈ ഒരു സബ്ജക്റ്റിനെ കാണണ്ട, എന്നാൽ കേൾക്കുമ്പോൾ വളരെ മനസ്സിലാവുന്നതും അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മാനേജ്മെന്റിന്റെ മീനിങ് തന്നെ നമുക്ക് ആദ്യം നോക്കാം. പല ഓതേഴ്സ് പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാനേജ്മെന്റിനെ നിർവചിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് മാനേജ്മെന്റ് എന്താന്ന് ചോദിച്ചാലും നമുക്കും പറയാൻ എന്തുണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു മീനിങ് മാനേജ്മെന്റിന് നൽകാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു മീനിങ് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മീനിങ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു ടേം എന്ന് പറയുന്നത് നൗണായിട്ടും അതോടൊപ്പം തന്നെ ഒരു ഡിസിപ്ലിൻ ആയിട്ടും അതോടൊപ്പം തന്നെ ഒരു പ്രോസസ് ആയിട്ടും ഒക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാനേജർ. ദ പേഴ്സൺ ഹൂ കണ്ടക്ട് മാനേജ്മെന്റ് or the person who are engaged in the activity of management. മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എന്തെന്ന് വിളിക്കും, മാനേജർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ മനസ്സിൽ വരേണ്ടത്, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്, മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. അപ്പൊ മാനേജ്മെന്റ് ഇസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് എങ്ങനെയെങ്കിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ പോരാ, പകരം എങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. എന്തിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. അപ്പോൾ മെറ്റീരിയൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസിനെ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എന്റർപ്രൈസ്. നമ്മുടെ എന്റർപ്രൈസിന്റെ എന്ത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ, ഹ്യൂമൻ റിസോഴ്സസിനെയും മെറ്റീരിയൽ റിസോഴ്സസിനെയും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനമാണ് മാനേജ്മെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബിസിനസ് അണ്ടർടേക്കിംഗ്. ഓക്കെ, ഈ ഒരു ബിസിനസ് അണ്ടർടേക്കിങ്ങിന് എന്തുണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ബിസിനസിന് ചുറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുന്നത്, മെറ്റീരിയൽ റിസോഴ്സസും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട്, ഹ്യൂമൻ റിസോഴ്സസ്. മെറ്റീരിയൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇൻ ഓർഡർ ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ സിമ്പിൾ ആയിട്ട് മാനേജ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ എന്റർപ്രൈസസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഓർ റിലേറ്റഡ് വിത്ത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദി അഫയേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ശരിക്കും മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഒരു സീരീസ് ഓഫ് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ടാസ്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഓരോ ടാസ്ക് കഴിയുമ്പോഴും നമ്മൾ മറ്റൊന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അതിന്റെ പ്രോസസ് എന്ന് വിളിക്കുന്നത്, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്ലാനിങ്,
ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ അഫയേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ അഫയേഴ്സിനെയൊക്കെ തന്നെ, അതായത് ഓർഗനൈസേഷനിൽ നടക്കുന്ന അഫയേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ദെൻ ഡയറക്റ്റ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പൊ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് എ പ്രോസസ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഓർ ഇറ്റ് ഈസ് ഇൻക്ലൂഡ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് or functions that are planning, organizing, directing and controlling. Okay, then the term management has been used as a noun, as a process and as a discipline. നമ്മൾ അതിനെ ഒരു noun ആയിട്ടും അതോടൊപ്പം തന്നെ ഒരു പ്രോസസ് ആയിട്ടും അതോടൊപ്പം തന്നെ ഒരു ഡിസിപ്ലിൻ ആയിട്ടും ഒക്കെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ഡെഫിനിഷൻ. നമുക്കിപ്പോ PSC എന്ന് പറയുന്നത് ഇപ്പോൾ ഡെഫിനിഷൻസ് അങ്ങനെ ചോദിച്ചു കാണാറില്ല. പിന്നെ ഡെഫിനിഷൻസ് ഇല്ല, പകരം ഏതെങ്കിലും ഒരു കോഴ്സ് തന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് എടുത്തിട്ട് ഓരോ ഓതേഴ്സും അല്ലെങ്കിൽ ഓരോ സ്പെഷ്യലിസ്റ്റും ഫംഗ്ഷൻസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ആരാണ് ഈ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്? അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരുടെ ഡെഫിനിഷൻ ആണെന്ന് ചോദിക്കാറില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി 2-3 ഡെഫിനിഷൻസ് ഒന്ന് കോട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. According to Mary Parker Follett, management is the art of getting things done through other people or through people. നമ്മൾ മാനേജ്മെന്റ് എന്ന് ആര് ചോദിച്ചാലും നമ്മൾ എപ്പോഴും ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഇത്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഓക്കെ, അതായത് മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു ആർട്ടാണ്, ഒരു കലയാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 2-3 ഡെഫിനിഷൻസും കൂടി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. എന്നാലും ഒരാളല്ല, ഒരുപാട് ആൾക്കാർ മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാലോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓതേഴ്സിന്റെ കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പീറ്റർ ഓഫ് ഡ്രക്കറിന്റെ ഡെഫിനിഷൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോർജ് ആർട്ടറിയുടെ ഒരു ഡെഫിനിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കലയാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. ഈ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതിപ്പോ പറയേണ്ട ആവശ്യമുണ്ടോ? പറയേണ്ട ആവശ്യമുണ്ട്. കാരണം PSC അസർഷൻ ടൈപ്പ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫീച്ചേഴ്സ് നോക്കണം. ഇതിന്റെ ഫീച്ചറായിട്ട് വരുമോ? എല്ലാം ഫീച്ചറായിട്ട് വരും. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആസ്പെക്ട് ഇതിൽ ഏതാണ് എന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റും A to Z കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ്. ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കണക്ട് ചെയ്യുക, ഹാർമണൈസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഇന്റഗ്രേറ്റിംഗ് ഓഫ് that means human physical resources towards the attainment of common objectives. The essence of management lies in the coordination of individual efforts. Okay, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മാനേജ്മെന്റിന്റെ ഒരു വൺ ഓഫ് ദ ഫീച്ചർ ആയിരുന്നു എന്ത് നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നത്? മാനേജ്മെന്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ്. ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുക, റിലേറ്റ് ചെയ്യുക. ഒരുപാട് കമ്പോണൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ്. Management is an integrated process because management involves integrating various components. That means human and physical resources. ഇതിനെ ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ തന്നെ മാനേജ് ചെയ്യുന്നതെന്ന് പറയുന്നത്? in order to attain our results or objective. നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവ് നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മാനേജ്മെന്റിന്റെ എസൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു ഘടകമുണ്ട്. എന്താണെന്നറിയാമോ? കോർഡിനേഷൻ. അതായത് അവിടെ ഈ പറഞ്ഞ 2 കാര്യങ്ങളില്ലേ, ഹ്യൂമൻ റിസോഴ്സും അതുപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹ്യൂമൻ അല്ലെങ്കിൽ മെറ്റീരിയൽ റിസോഴ്സസ്, ഇത് തങ്ങളിൽ എന്തുണ്ടായിരിക്കണം? ഒരു പ്രോപ്പർ കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ റിസൾട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ in order to maintain a proper balance between or coordination between the physical resources and the material resources. First feature എന്തായിരുന്നു? Management is an integrated process. Okay, then next one, management is goal oriented. ഇപ്പൊ നമ്മൾ MBA ഒക്കെ പഠിച്ച് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ നമ്മൾ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്യുകയാണ്, അവിടുത്തെ ബിസിനസ് എല്ലാം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. വെറുതെ വന്നിട്ട്
ആ ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ വന്ന് ഇരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. പകരം മാനേജ്മെന്റ് നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ്? നമ്മുടെ ഗോളിന്റെ ബേസിലാണ്. ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്ത് ലക്ഷ്യമാണോ നേടേണ്ടത് ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. ഓൾ ആക്ടിവിറ്റീസ് ഓഫ് മാനേജ്മെന്റ് ആർ ഗോൾ ഓറിയന്റഡ്. നമ്മള് ബിസിനസ്സിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എവറി ആക്ഷൻസ് ഇൻ എ ബിസിനസ്, എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ എല്ലാ ആക്ഷൻസും എന്ത് ബേസ്ഡ് ആണ്? ഗോൾ ഓറിയന്റഡ് ആണ്. മാനേജ്മെന്റ് എക്സിസ്റ്റ് ഫോർ ദി അച്ചീവ്മെന്റ് ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. മാനേജ്മെന്റ് നിലനിൽക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വെറുതെയാണോ മാനേജ്മെന്റ് നിൽക്കുന്നത്? അല്ല. സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നതിന് വേണ്ടി? ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് ഫീച്ചർ. ഫോർ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇന്റഗ്രേറ്റിംഗ് വേരിയസ് റിസോഴ്സസ് അല്ലെങ്കിൽ കമ്പോണൻസ് നമ്മൾ പറഞ്ഞു, ഇന്റഗ്രേറ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് സോഷ്യൽ പ്രോസസ്. മാനേജ്മെന്റിനെ എന്തുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്? മാനേജ്മെന്റ് ഈസ് റിലേറ്റഡ് വിത്ത് or consist of getting things done through others. ഓക്കെ, നമ്മൾ ഇതിനകത്ത് കൂടുതലും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഘടകമുണ്ട്. ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് ദ പെർവാസീവ്നെസ് ഓഫ് ദ ഹ്യൂമൻ എലമെന്റ് ഇൻ വിച്ച് ഗീവ്സ് മാനേജ്മെന്റ് സ്പെഷ്യൽ ക്യാരക്ടർ ആസ് എ സോഷ്യൽ പ്രോസസ്. അപ്പോൾ മാനേജ്മെന്റിനകത്ത് ഇൻക്ലൂഡ് അല്ലെങ്കിൽ മാനേജ്മെന്റിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. ഓക്കെ, ഈ പറയുന്ന ഹ്യൂമൻ ബീയിങ്സിനെ അല്ലെങ്കിൽ ഹ്യൂമൻ എലമെന്റ്സിനെ മാനേജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ റിസൾട്ടിലോട്ട് എത്തുന്നത്. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം? മാനേജ്മെന്റ് ഇസ് എ സോഷ്യൽ പ്രോസസ് എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഇസ് സിറ്റുവേഷണൽ. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്, മാനേജ്മെന്റിന്റെ ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് ഈസ് സിറ്റുവേഷണൽ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ടു റിയാലിറ്റീസ് ഇൻ ഓർഡർ ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്. മാനേജ്മെന്റ് ഈസ് സിറ്റുവേഷണൽ ആണ്. നമ്മളിപ്പോ HSSCയുടെ എക്സാം എഴുതാൻ ഇരിക്കുവാണ്. ഓക്കെ, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും എന്ത് ചെയ്തില്ല എങ്കിൽ, ആ സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിനോ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ മാനേജ്മെന്റ് സിറ്റുവേഷനിലാണ്. നമ്മുടെ ആ ഒരു നോളജ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ അത് പ്രാക്ടിക്കൽ സെൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മുടെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ നമ്മുടെ റിസൾട്ട് എന്നല്ല, ഓർഗനൈസേഷന്റെ ആ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ മാനേജ്മെന്റ് ഈസ് സിറ്റുവേഷണൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇൻ റിയാലിറ്റീസ്. നമ്മുടെ കയ്യിലുള്ള നോളജ് വെറുതെ കയ്യിൽ വെച്ചോണ്ട് ഇരുന്നിട്ട് കാര്യമല്ല, നമ്മളത് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. എന്നാലേ റിസൾട്ട് കിട്ടൂ. HSSCക്ക് എന്ത് പഠിച്ചു എന്നുള്ളത് വിഷയമല്ല, ആ പഠിച്ചതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് ആ റിസൾട്ട് എഴുതി കയറുമ്പോഴേ നമുക്കൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സിറ്റുവേഷണൽ ആണ്. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റി. ഡിസ്റ്റിങ്ക്റ്റ് മീൻസ് ഡിഫറെന്റ് ആക്ടിവിറ്റി. ഇറ്റ് ഇൻവോൾവ്സ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതായിരുന്നു, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് അല്ലെങ്കിൽ ഇന്റർ റിലേറ്റഡ് വിത്ത് എ സീരീസ് ഓഫ് ടാസ്ക് ഓർ ആക്ഷൻസ് that is concerned with the planning, organizing, directing, controlling, etc. Okay, ഇതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇതെന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സിംഗിൾ ടാസ്ക് ആണോ അതിനകത്ത് വരുന്നത്? അല്ല. ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറെന്റ് ആക്ടിവിറ്റീസിന്റെ ഒരു എന്താ പറയുന്നത്? ഒരു കോമ്പിനേഷൻ ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. People who perform such activities are termed as managers or members of management team. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് എന്തെന്ന് പറയാം? മാനേജേഴ്സ് എന്നോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ മെമ്പർ ടീംസ് എന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻ അഡീഷൻ, മാനേജ്മെന്റ് ഇസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റി ദാറ്റ് കൻ ബി സ്റ്റഡീഡ് ദെൻ എക്സ്പെരിമെന്റഡ് ആൻഡ് പ്രാക്ടീസ്ഡ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇപ്പൊ പഠിക്കേണ്ടി വന്നതായിട്ട് വന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ക്യാൻ ബി എക്സ്പെരിമെന്റഡ് ആൻഡ് പ്രാക്ടീസ്ഡ്. ഓക്കെ, നമുക്കത് പല സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ പല ക്രൈറ്റീരിയൻസിലൂടെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ട് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ബിസിനസിന്റെ ഒരു ഫീച്ചർ ആയിട്ട് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ചോദിക്കുക എന്താണ് ബിസിനസ് എന്ന് ചോദിക്കും. ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് ബിസിനസ് നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്? ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇതിനകത്ത് റിലേറ്റ് ചെയ്യുന്ന എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിച്ച് വിൽക്കുകയോ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുകയോ അക്യൂർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനമാണ് എവിടെ നടക്കുന്നത്? ബിസിനസ്സിൽ നടക്കുന്നത്. ബിസിനസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടല്ല, ഇൻ ഓർഡർ ടു റൈസ് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ജനറേറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ്. ഓക്കെ, ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് കിട്ടുന്ന റിട്ടേണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ്. റിട്ടേൺ ടു ദി ബിസിനസ് മാൻ. ഓക്കെ, ബിസിനസ്മാൻ ഉള്ള അല്ലെങ്കിൽ ആ റിസ്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കിട്ടുന്ന റിട്ടേൺ ആണ് എന്തെന്ന് പറയുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളിവിടെ പറഞ്ഞ കാര്യം എന്തായിരുന്നു? നെക്സ്റ്റ് ഫീച്ചർ എന്തായിരുന്നു? മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്ത് പ്രവർത്തനം എന്ന് പറയുന്നത്? കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാൻ ചെയ്തു, ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്താൽ പിന്നെ ഇനി ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് പ്ലാൻ ചെയ്യാതിരിക്കുകയാണോ? അല്ല. ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഇവന്റുകളും അല്ലെങ്കിൽ ഓരോ സമയത്ത് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിലും ഓരോ മൊമെന്റിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പല പല ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുകയും അത് അണ്ടർടേക്ക് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ട് വരും. ഒന്ന് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുന്നു, വീണ്ടും അത് എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനൊരു സ്റ്റോപ്പ് ഉണ്ടോ? സ്റ്റോപ്പ് പോയിന്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് എ ഡൈനാമിക് ആൻഡ് ഗ്രോത്ത് ഓറിയന്റഡ് ഫംഗ്ഷൻ. ഡൈനാമിക്കുമാണ്, അതോടൊപ്പം തന്നെ എന്താണ്? ഗ്രോത്ത് ഓറിയന്റഡ്. ഡൈനാമിക് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. വി കാൻ പ്രഡിക്റ്റ് ദ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് വേണോ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ആ ചേഞ്ചിങ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? ഡൈനാമിക് ആൻഡ് ഗ്രോത്ത് ഓറിയന്റഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, then principles, techniques, methods, skills of management are changing over a period of time. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സും പ്രിൻസിപ്പിൾസും മെത്തേഡ്സും സ്കില്ലും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എപ്പോഴും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുമോ? യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. പകരം അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഫ്രം സിറ്റുവേഷൻ മാറുന്ന അനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചേഞ്ചിങ് സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് മാനേജ്മെന്റിനെ ഡൈനാമിക് പ്രോസസ് എന്ന് പറയാം. ഓക്കെ, the success or failure of management depends on how management is equipped with the latest techniques and principles. നമ്മൾ എത്രത്തോളം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്സോ പ്രിൻസിപ്പിൾസോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു മാനേജ്മെന്റിന്റെ എന്തെന്ന് പറയുന്നത്? സക്സസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് നമ്മുടെ റിസൾട്ടിലേക്ക് എത്തും. അല്ല, നമ്മൾ ഒരുപാട് വർഷക്കാലം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ മാനേജ്മെന്റിന് നമുക്കൊരു, അതായത് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ഓരോ ടേമുകളും ജസ്റ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിൽ നമുക്ക് സക്സസ് ആവാൻ കഴിയുന്നത് എപ്പോൾ മാത്രമാണ്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്സും പ്രിൻസിപ്പിൾസും ഒക്കെ അഡോപ്റ്റ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ബെറ്റർ റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി ഫംഗ്ഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. എന്താ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ടേം തന്നെ പറയുന്നുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി, ഡിഫറെന്റ് ഏരിയാസ് ഓഫ് നോളജ് അല്ലെങ്കിൽ വൈഡ് ഏരിയാസ് എന്നുള്ളൊരു എന്താ പറയുന്ന ഒരു സമ്മേഷൻ ആണ് നമ്മുടെ ഈ പറയുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട്. മാനേജ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വൈഡ് നോളജ് ഡിറൈവ്ഡ് ഫ്രം സെവറൽ ഡിസിപ്ലിൻസ് ലൈക്ക് എഞ്ചിനീയറിംഗ്, സോഷ്യോളജി, സൈക്കോളജി, എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എക്സെട്ര. അതായത് ഡിഫറെന്റ് ഫീൽഡ്സിൽ നിന്നുള്ള എന്തെന്ന് പറയുന്നു പല കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്തെടുത്തിട്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ആസ്പെക്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയാസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എ മൾട്ടി ഡിസിപ്ലിനറി. ദിസ് വാസ്റ്റ് ബോഡി ഓഫ് നോളജ് ഈസ് ആപ്ലിക്കബിൾ ഫോർ അതർ ഫീൽഡ്സ് ഓഫ് സ്റ്റഡി ഓൾസോ. അതുപോലെ തന്നെ മറ്റ് എന്തെന്ന് പറയുന്ന ഏരിയാസിൽ നമ്മളിത് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് മാത്രമല്ല ഒരുപാട് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഏരിയാസിൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ മാനേജ്മെന്റ് ഇസ് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. നമ്മൾ നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടുന്ന ഒരു ഏരിയ ആണ് സയൻസ് ആൻഡ് ആർട്ട്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് സയൻസ് ആണോ അതെ ആർട്ടാണോ?
ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയുക മാത്രമേ ചെയ്യുന്നത്. അവിടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സയൻസുമാണ് ആർട്ടുമാണ്. ഓക്കെ, പക്ഷെ പ്യുവർലി നമുക്ക് സയൻസ് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമുക്ക് സയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രമല്ലേ, നമുക്കത് എക്സ്പെരിമെന്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? പലതും നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. മാനേജ്മെന്റിലുള്ള പല കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ലാബിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ക്ലിനിക്കിലൂടെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിനെ പ്യുവർ ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, സയൻസ് എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ മാനേജ്മെന്റിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്? സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ സയൻസിന്റെ സർട്ടൻ പെക്യുലിയർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തിലുള്ളത് കൊണ്ട്? മാനേജ്മെന്റിൽ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫുൾഫില്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ സയൻസ് ആയിട്ടും, ആർട്ടിനുണ്ടായിരിക്കേണ്ട കുറെ ക്രൈറ്റീരിയൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട്? മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? മാനേജ്മെന്റിനെ ആർട്ടാണ്, ഒരു കലയാണ് എന്നും പറയാം. അപ്പൊ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇനി എക്സാക്ട്ലി അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കത് പ്യുവർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സയൻസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഫീച്ചർ ആയിട്ട് പറയുമ്പോൾ മാനേജ്മെന്റ് ഈസ് എ ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ. എന്താണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്? വി കാൺ ടച്ച് ഓർ സീ. നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയാത്തതായിട്ടുള്ള ആസ്പെക്റ്റിനെയൊക്കെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് നമ്മൾ ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ട്, ഒക്കെയാണ്. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു ഓർഗനൈസേഷനിൽ ചെന്നിട്ട് ഇത് എവിടെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണോ? ഇല്ല. പക്ഷേ ആ മാനേജ്മെന്റിന്റെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ റിസൾട്ടിൽ നിന്നുമാണ് നമുക്ക് അവിടെ എന്തുണ്ട് എന്ന് മനസ്സിലാവുന്നത്? മാനേജ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താന്നാ പറയുന്നത്? ഇൻടാഞ്ചിബിൾ ആണ്. മാനേജ്മെന്റ് ഈസ് ആബ്സ്ട്രാക്ട് ആൻഡ് കനോട്ട് സീൻ വിത്ത് ഐസ്. നമ്മുടെ കണ്ണുകളാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാനേജ്മെന്റിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഇറ്റ് കനോട്ട് ബി സീൻ ബട്ട് ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ് എവരിവെയർ ഇൻ ദ ഫോം ഓഫ് റിസൾട്ട്. എന്നാൽ ആ ഒരു റിസൾട്ടിലൂടെ നമുക്ക് എല്ലാ മേഖലകളിലും, അല്ലെങ്കിൽ ഏതോ മുക്കുമൂല എന്നൊക്കെ പറയില്ലേ, അവിടെ ഒക്കെ തന്നെ നമുക്ക് എന്തറിയാൻ പറ്റും? മാനേജ്മെന്റിന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ദ മാനേജേഴ്സ് ഹു പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആർ വെരി മച്ച് ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ. എന്നാൽ മാനേജ്മെന്റിൽ നമ്മുടെ ആര് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്, നമ്മുടെ മാനേജേഴ്സ് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാഞ്ചിബിളുമാണ്, വിസിബിളുമാണ്. നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, എന്നിരുന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം. ഇതിനകത്തുനിന്ന് തന്നെ ഏതെങ്കിലും ഒരു 4 എണ്ണം എടുത്തിട്ട് തരികയാണ്. ഇതിനകത്ത് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണോ അല്ലേന്നോ, അല്ലെങ്കിൽ ഒരു റീസൺ ആയിട്ടോ അല്ലെങ്കിൽ അസെഷൻ ടൈപ്പിലോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചു നോക്കിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആസ്പെക്ട് വേണം, അല്ലെങ്കിൽ ഫീച്ചർ ആയിരിക്കണം നമ്മളത് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അസെഷൻ ടൈപ്പിൽ ഇപ്പൊ ചോദിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് അതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ അതിന്റെ റീസണും തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നത്: ഈ കണ്ടന്റിന്റെ കറക്റ്റ് റീസൺ ആണോ ഈ തന്നിരിക്കുന്നത്? അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കേണ്ടുന്ന ഈ കണ്ടന്റിനെയാണ്. ഈ കണ്ടന്റിന്റെ എക്സ്പ്ലനേഷൻ ആണോ തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, മാനേജ്മെന്റ് ഇസ് എ ഇൻടാഞ്ചിബിൾ പ്രോസസ് എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ റീസൺ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്ത് നമുക്ക് പറയാൻ പറ്റും? ഇറ്റ് കനോട്ട് ബി സീൻ ബട്ട് ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ് എവരിവെയർ ഇൻ ദ ഫോം ഓഫ് റിസൾട്ട് എന്ന് തന്നിരിക്കുകയാണ്. അപ്പം കറക്റ്റ് ആ ചോദ്യത്തിന്റെ ആൻസർ അല്ലെങ്കിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ റീസൺ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും എന്തെന്ന് പറയുന്നത് ഈ ഒരു ആൻസർ അല്ലെങ്കിൽ അസെഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നും അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക ഈ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, പല കാരണങ്ങളാൽ നമ്മൾ എന്തെന്ന് പറയാം, മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു റോള് ഇന്നത്തെ കാലയളവിലുണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, എ ക്രൂഷ്യൽ റോൾ. അതായത് മാനേജ്മെന്റിന് ഇന്നത്തെ മോഡേൺ സിറ്റുവേഷൻ, മോഡേൺ എന്നുള്ളതല്ല, ഏത് സിറ്റുവേഷനിലായിരുന്നാലും നമുക്ക് എന്തുണ്ട്, വളരെ വലിയൊരു റോൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ,
നോക്കാം. മാനേജ്മെന്റ് ഫോക്കസസ് ഓൺ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഓക്കെ, മാനേജ്മെന്റ് എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള റിസോഴ്സസും ഉണ്ട്, അതേപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സസും ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയുന്നത് അത് നമ്മൾ അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് ഫോക്കസസ് ഓൺ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് എന്തെന്ന് പറയുന്നു? മെറ്റീരിയൽ റിസോഴ്സസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദി റിസൾട്ട്സ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ റിസോഴ്സസിനെയും അതോടൊപ്പം തന്നെ ഫിസിക്കൽ റിസോഴ്സസിനെയും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെന്റ് ഫോക്കസസ് ഓൺ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. എങ്ങനെയാണ് അത്, എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടാണ് ഈ റിസോഴ്സസിനെയൊക്കെ തന്നെ യൂസ് ചെയ്യുന്നതെന്നും മാനേജ് ചെയ്യുന്നതെന്നും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്രിങ്സ് ഓർഡർ ഇൻ ഓർഗനൈസേഷൻ. ബ്രിങ്സ് ഓർഡർ ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, എന്താണ് ഓർഡർ ഇൻ ഓർഗനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഫയോളിന്റെ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോഴത്തേക്ക് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓർഡർ എന്ന് പറയുന്നത്. എന്താണ് ഓർഡർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഓർഡർ എന്ന് പറയുന്നത്? ഓരോ സാധനത്തിനും അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്ലേസ്, ഓരോ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മാനേജർ ഇരിക്കേണ്ട സ്ഥാനത്ത് മാനേജർ ഇരിക്കണം, ക്ലർക്ക് ഇരിക്കേണ്ട ഭാഗത്ത് ആരിരിക്കണം? ക്ലർക്ക് തന്നെ ഇരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിസൾട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഒരു ബിസിനസ്സിലുള്ള ഒരു 50 പേര് എംപ്ലോയീസും എല്ലാവരും കൂടെ ഉണ്ട്, ഒരു മാനേജറാണുള്ളത്. പകരം ഈ 50 പേര് കൂടെ മാനേജറായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നടത്താൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് എന്ത് കൊണ്ടുവരുവാനായിട്ട്? ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് ഒരു അറേഞ്ച്മെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അറേഞ്ച്മെന്റ് ചെയ്യുന്നത്? വെറുതെ ആണോ? ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണോ? അല്ല, നമ്മുടെ റിസൾട്ട് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി. എല്ലാത്തിന്റെ കൂടെയും നമുക്ക് വാൽക്കഷ്ണം പോലെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? റിസൾട്ട് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. Optimum, that means maximum utilization of resources is the main or important function of management. മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഘടകമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, എന്നാൽ നമ്മുടെ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത്, ഇല്ലേ? നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കുറവാണ്, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ പറയുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് വി ഹാവ് ടു അഡ്ജസ്റ്റ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. ആ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ റിസൾട്ട് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റിസോഴ്സസിനെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം, വേസ്റ്റേജ് ഒന്നും വരാതെ. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കാം. എന്താണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ? ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ, അതായത് ന്യൂ മെത്തേഡോ ന്യൂ പ്രോഡക്റ്റ്. അതായത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്തൊക്കെയാവാം? ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആവാം, ന്യൂ പ്രോഡക്റ്റ് ആവാം, എനിത്തിങ്. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ എല്ലാം ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു റിസൾട്ട് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മീറ്റ് ദ ചലഞ്ചസ് ഓഫ് ചേഞ്ച്. നെക്സ്റ്റ്, മാനേജ്മെന്റ് നമ്മൾ എന്തിനു സഹായിക്കുന്നുണ്ട്? മീറ്റ് ദ ചലഞ്ചസ് ഓഫ് ചേഞ്ച്. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്. വി കാൻ പ്രഡിക്റ്റ് ദ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് വേണോ എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാൻ സംഭവിക്കാം. ഓൾറെഡി നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോ പല വെല്ലുവിളികളും ഈ ചേഞ്ചസ് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ചേഞ്ചിങ് സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അപ്പോ എങ്ങനെയുള്ളത്? ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. ഇപ്പോ ലേബർ ഇന്റൻസീവിന് പകരം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്.
ഓക്കെ, അതെന്ന് പറയുന്ന ഒരു ചേഞ്ച് ആണ്. അപ്പൊ ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് ആ മാറ്റം കൊണ്ടുള്ള വെല്ലുവിളികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഓവർകം ചെയ്യാനായിട്ട് സാധിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടു മീറ്റ് ദ ചലഞ്ചസ് ഓഫ് ചേഞ്ച്. മാനേജ്മെന്റ് ഹാസ് ടു എന്തായിരിക്കും പറയുന്നത്, ഓവർകം ദ ചലഞ്ചസ് ഓഫ് ചേഞ്ച്. ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ചലഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു, പക്ഷെ നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അപ്പോ മെയിൻ ആയിട്ട് മാനേജ്മെന്റ് നോക്കേണ്ടുന്നത് എന്തിലാണ്, ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്താണോ അക്കംപ്ലിഷ് ചെയ്യേണ്ടത്, എന്തിലോട്ടാണോ നമുക്ക് എത്തേണ്ടത്, ആ ഒരു ഗോളിനെ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ഒബ്ജക്റ്റീവ് ആയിട്ട് കണക്കാക്കുന്നത്. നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, HSST എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക, ഫസ്റ്റ് റാങ്കിൽ വരിക, ജോലി കിട്ടുക. ഓക്കെ, അപ്പോ നമുക്ക് മാനേജ്മെന്റ് നമ്മളെ എന്തിനു സഹായിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്, ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പൊ ഡേ ടു ഡേ നമുക്ക് പല ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യേണ്ടി വരും, പ്ലാൻസ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. വീക്കിലി ചെയ്യേണ്ടി വരും, മന്ത്ലി ചെയ്യേണ്ടി വരും, ഇയർലി ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പല തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തേണ്ടതായിട്ട് വരും. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് അക്കംപ്ലിഷ് ചെയ്യേണ്ടുന്ന ആ ഒരു റിസൾട്ട് എന്താണോ അത്. ഓക്കെ, അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എയിം ഇതിനെയൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ്സിനെ തന്നെയാണ് എയിമും ഗോളും ഒക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഡിറ്റർമിൻ ചെയ്യണം, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ആദ്യം നോക്കണം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. 50 സ്റ്റാഫ് ഉണ്ട്, അവരെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, പിന്നെ വല്ല കാര്യമുണ്ടോ, ഇല്ല. ഓക്കെ, അപ്പൊ ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് വൺ, എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ചെയ്യുന്നതിന്റെ ധർമ്മമാണിതെന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത്. എന്തായാലും ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടല്ല നമ്മൾ ബിസിനസ് ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അണ്ടർടേക്ക് ചെയ്യുന്നത്. നമുക്ക് എക്കണോമിക് എന്ന് പറഞ്ഞാൽ പണപരമായിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ റിസൾട്ടിലൊക്കെ തന്നെ ഈ റിസൾട്ട് എത്തുന്നത് അല്ലെങ്കിൽ റിസൾട്ട് അറ്റൈൻ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിലൂടെ നമ്മൾ എത്തുന്നത് എവിടെയായിരിക്കും, നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലോട്ടായിരിക്കും എത്തുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ചെയ്യുവാണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു മാർക്കറ്റ് ചെയ്യണം, ഇല്ലേ? പ്രൊഡ്യൂസ് ചെയ്ത സാധനം മാർക്കറ്റ് ചെയ്യണം, മാർക്കറ്റ് ചെയ്തു, വീണ്ടും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ നടക്കുന്നു, പ്രൊഡക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ അത് മാർക്കറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് സെയിൽസ് കൂടുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും, പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ് എന്താവും, എസ്റ്റാബ്ലിഷ്ഡ് ആവും, അല്ലെങ്കിൽ എക്കണോമിക്കലി വൈബിൾ ആവും, അല്ലെങ്കിൽ എക്കണോമിക്കലി ഒരു ഗ്രോത്ത് ഉള്ള ഒരു ബിസിനസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു മാനേജ്മെന്റിന്റെ ജോലി എന്ന് പറയുന്നത് ബിസിനസിനെ എന്തിലോട്ട് ലീഡ് ചെയ്യുക, ഗ്രോത്ത് ഉണ്ടാകുന്നതിലേക്ക് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫിസിക്കൽ റിസോഴ്സസിനെയും അതോടൊപ്പം തന്നെ മെറ്റീരിയൽ റിസോഴ്സസിനെയും ഒക്കെ മാനേജ് ചെയ്ത് എഫിഷ്യന്റ് ആയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലോട്ട് എന്ത് ചെയ്യുക, എത്തിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോള്. ഓക്കെ, ഒരു ഓർഗനൈസേഷനകത്ത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഒരു ഒബ്ജക്റ്റീവ്. ഇപ്പൊ ഒരു 100 കോടി എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 100 ടൺ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓവറോൾ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇഷ്ടം പോലെ സബ് ഗോൾസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചെറിയ അല്ലെങ്കിൽ പല ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പല പ്രവർത്തനങ്ങളിലൂടെ പല ഗോൾസിലൂടെ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല പ്രോസസ്സിലൂടെയാണ് നമുക്ക് എന്ത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്, ഗ്രൂപ്പ് ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പ്രൊഡക്ഷൻ മാനേജറിന്റെ ജോലി ഒരു ഗോളുണ്ട്, ഇത്ര പ്രൊഡ്യൂസ് ചെയ്യുക. മാർക്കറ്റിങ്ങിനുണ്ട്, ഇത്ര മാർക്കറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും മാനേജ് ചെയ്യുക. സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗോൾസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നതിലൂടെ, കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഓവറോൾ ഗോൾ ആയിരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മാനേജ്മെന്റിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഗ്രൂപ്പ് ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് ലീഡ്സ് ടു അച്ചീവ് അല്ലെങ്കിൽ ദ അച്ചീവ്മെന്റ് ഓഫ് ഗ്രൂപ്പ് ഗോള്. ഗ്രൂപ്പിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് സഹായിക്കും, മാനേജ്മെന്റ് സഹായിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി. എന്താണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്? സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു ഡിസിഷൻ കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഇതാണ്, 100 കോടിയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുക എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയണം, അത് വേണ്ട, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ അങ്ങ് മാറ്റാം, നമ്മുടെ സ്ട്രാറ്റജിക് പ്ലാൻ അങ്ങ് മാറ്റാം എന്ന് പറയണം. നടക്കുമോ? ഇല്ല, ചെയ്യാൻ പാടില്ല. മേ ബി നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്
അഡ്വേഴ്സ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷെ അങ്ങനെ പാടില്ല. എന്തുണ്ടായിരിക്കണം? ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. കാരണം ഈ എംപ്ലോയീസിനെ ആയിരുന്നാലും ഈ പറയുന്ന റിസോഴ്സസിനെയൊക്കെ തന്നെ എന്തായിട്ട് വളരെ കോപ്പറേറ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് ആ ഒരു ബിസിനസ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ആർക്ക് കഴിയണം? മാനേജ്മെന്റിന് കഴിയണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ചില വ്യക്തികളെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ എന്താ പറയുന്നത്, ഇൻട്രോവേർട്ട് ആയിട്ടിരുന്ന വ്യക്തികളൊക്കെ വളരെ സ്മാർട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വളരെ സ്മാർട്ടായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ആ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു മാനേജ്മെന്റ് അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ആ ഒരു ടാലന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിനെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ഗോളിലേക്ക് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. ഒപ്പം ആ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ചെന്ന് നിൽക്കുന്നത് എന്തിലായിരിക്കും? നമ്മുടെ ഗ്രൂപ്പ് ഗോളിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷൻ മാത്രം എന്ത് ചെയ്താൽ പോരാ, ഡെവലപ്പ് ചെയ്താൽ പോരാ, പകരം ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ ഹ്യൂമൻ റിസോഴ്സസും എന്ത് ചെയ്തിരിക്കണം? ഡെവലപ്പ് ചെയ്യണം. ദാറ്റ് മീൻസ് പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാകണം. ഓക്കെ, അങ്ങനെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ, അതായത് മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് നമ്മുടെ ഓർഗനൈസേഷനോട് ഒരു ലോയൽറ്റി അല്ലെങ്കിൽ ഒരു മൊറയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതിലൂടെ ബെറ്റർ റിസൾട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്നും ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിന്റെ ആ ഒരു ഇൻട്രോ പാർട്ട് കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു എന്ന് പറയുന്നത് ജസ്റ്റ് മീനിങ് എന്താണെന്ന് നോക്കാം, അതിന്റെ ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ അതിന്റെ ഇമ്പോർട്ടൻസും. ഇപ്പൊ നമുക്ക് ആ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാം, അതൊരു പ്രോസസ് ആണെന്ന് അറിയാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഒരു നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇവിടെ അടുത്ത് കാണിക്കാൻ പറ്റിയ ഒരു സാധനമാണോ? അല്ല, അതൊരു പ്രോസസ്സാണ്. നമുക്ക് അതിന്റെ ഒരു റിസൾട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളത്? ഫീൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി മാനേജ്മെന്റ് നടത്തുന്ന ആ വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. അസർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് നോക്കാം. അസർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? അസർഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ് ഇൻവോൾവിംഗ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഓൾ ഫംഗ്ഷൻസ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അവിടെ എന്താ ചെയ്യുന്നത്? ഒരുപാട്, അതായത് പല വേരിയസ് അല്ലെങ്കിൽ ഓൾ ഫംഗ്ഷൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന മാനേജ്മെന്റ് ഫസ്റ്റ് പ്ലാൻ, അതേ പ്ലാൻ ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യുന്നു, ദെൻ അതിനെ ഫൈനലി പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ആൻസറിന് കറക്റ്റ് ആയിട്ടുള്ള റീസൺ തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിനകത്ത് ആദ്യം പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ദെൻ ആ ഫംഗ്ഷൻ എന്ന് പറയുന്ന പെർഫോം ചെയ്യുന്നു. അപ്പൊ കറക്റ്റ് ആണ്. അപ്പം എന്ത് നമുക്ക് പറയാൻ പറ്റും? ബോത്ത് എ ആൻഡ്, അതായത് അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് ആൻസർ. ഇത് തെറ്റാണ്. ഓക്കെ, കറക്റ്റ് അസർഷനും അല്ലെങ്കിൽ കറക്റ്റ് ആൻസറും അതിന്റെ റീസണും ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് വർക്ക് ഡൺ ബൈ അതേഴ്സ്. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണ്, മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു കലയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ആർക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ആരുടെ തന്നു നോക്കാം. ആരതായിരുന്നു? ഹറോൾഡ് കൂൺസിന്റെ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു? മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് വർക്ക് ഡൺ ബൈ അതേഴ്സ്. ശ്രദ്ധിച്ചോണം, നമ്മൾ മറ്റേ പറയുന്ന മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നാണ്. ഇവിടെ ഡൺ ബൈ അതേഴ്സ് ആണ്. ആരുടെ ഡെഫിനിഷൻ ആണ് അല്ലെങ്കിൽ ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ഹാരോൾഡ് കൂൺസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ. ഈ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നതാണ്. മാനേജ്മെന്റ് ഇസ് എ തിങ്കിങ് ഫംഗ്ഷൻ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ഒക്കെ തന്നെയാണ്. തിങ്കിങ് ഫംഗ്ഷൻ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്നാൽ ഡൂയിങ് ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ്. അപ്പൊ എന്താണ്? അത് തെറ്റാണ്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, മാനേജ്മെന്റ് ഡസ് നോട്ട് എൻഷുർ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് ടു അച്ചീവ് സം ഒബ്ജക്റ്റീവ്. അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷൻ ശ്രദ്ധിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ ചെയ്യുന്നതേ ഇല്ല, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇമ്പോർട്ടൻസിൽ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് ആരുടെ ധർമ്മമാണ്? മാനേജ്മെന്റിന്റെ ധർമ്മമാണ്. അപ്പൊ അത് തെറ്റായിട്ടുള്ള എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ടത് എന്തായിരുന്നു? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മാനേജ്മെന്റ് മീൻസ് മാനേജിംഗ് മെൻ ടാക്ട്ഫുള്ളി ടു ഗെറ്റ് തിങ്സ് ഡൺ.
ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ, അതായത് മെൻസിനെയൊക്കെ എന്ത് ചെയ്തുകൊണ്ട്, വളരെ ടാക്റ്റിക്കായിട്ട്, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തുകൊണ്ട്, മാനേജ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു ആസ്പെക്ട് ആണ് എന്നുള്ളതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ശരിയാണ്. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഓക്കെ ഓക്കെ, ഇതില് സെലക്ട് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബൈ. തന്നിരിക്കുന്ന കോഡിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതെന്നുള്ളതാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഏത് ആൻസർ ഏതായിരുന്നു? തേർഡ് വൺ, സി ആണ്, അല്ലെങ്കിൽ മൂന്നാമത്തതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓൺലി 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആരാണ്? ഹെൻറി ഫയോളാണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാനേജ്മെന്റിന്ന് ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇന്ന ഏരിയയിൽ നിന്ന് നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിച്ചു കാണുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ എല്ലാ പാർട്ടിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാലേ അസർഷൻ ടൈപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് എല്ലാ സബ്ജക്റ്റിലും അസർഷൻ ടൈപ്പിന്റെ കേസ് അങ്ങനെ തന്നെയാണ്. പക്ഷെ അല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഇതുപോലുള്ള ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആരുടെ കോൺട്രിബ്യൂഷൻ ആണെന്നും, അതേപോലെ തന്നെ സർട്ടൻ ഇയേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് നോക്കിക്കോണം. അപ്പൊ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആരാണ്? ഹെൻറി ഫയോൾ. സയന്റിഫിക് മാനേജ്മെന്റ് ആരായിരുന്നു? FW ടൈലർ. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ. നിയമപരമായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നിയമത്താൽ എന്താ പറയുന്ന ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ആണോ? മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ അല്ല. ഓക്കെ, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണോ? അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണോ എന്ന് വെച്ചാൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പ് ലെവൽ പെർഫോം ചെയ്യുന്നതാണ്. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണോ? എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണോ? അല്ല. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് എന്തെന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നിയമപരമായിട്ട് ഒരു എന്താ പറയുന്ന ഒരു ലീഗൽ സൈഡ് മാനേജ്മെന്റിനുണ്ട്. ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണോ എന്ന് വെച്ചാൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനുമാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഒരു ഡൗട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ആൻസർ ആണ് നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് അസർഷൻ തന്നിരിക്കുന്നത് ഇതാണ്, മാനേജ്മെന്റ് എൻഷുവേഴ്സ് മാക്സിമം പ്രൊഡക്ഷൻ അറ്റ് മിനിമം കോസ്റ്റ്. ശരിയാണ്. മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക. എങ്ങനെയായിരിക്കണം നമ്മൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അറ്റ് മിനിമം കോസ്റ്റ്. ഓക്കെ, റീസൺ നമുക്ക് നോക്കാം. മാനേജ്മെന്റ് എലിമിനേറ്റ്സ് വേസ്റ്റ് ആസ് ഫാർ ആൻഡ് പ്രാക്ടിക്കബിൾ. ഓക്കെ, അതായത് വേസ്റ്റ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഒന്ന് അസർഷൻ നോക്കി, വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മാനേജ്മെന്റ് ഉറപ്പാക്കുന്നത് എന്താണ്? മാക്സിമം പ്രൊഡക്ഷൻ മിനിമം കോസ്റ്റിൽ നേടിയെടുക്കുക. ആ മാക്സിമം പ്രൊഡക്ഷൻ മിനിമം കോസ്റ്റിൽ നേടുക എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? മാനേജ്മെന്റ് എലിമിനേറ്റ്സ് വേസ്റ്റ്. വേസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നതിലൂടെ? കുറയ്ക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആണ്. അപ്പൊ ബോത്ത് എ ആൻഡ് എന്തെന്ന് പറയുന്നു, അതായത് അസർഷനും അതിന്റെ റീസണും എന്താണ്? കറക്റ്റുമാണ്. എക്കുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഈ തന്നിരിക്കുന്ന റീസൺ. ഓക്കെ, എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് ഇന്ത്യൻ മാനേജേഴ്സ്? ഇന്ത്യൻ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ മാനേജേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നമുക്ക് നോക്കാം. മെനി ഇന്ത്യൻ ടോപ്പ് മാനേജ്മെന്റ്സ് ആർ റിലേറ്റീവ്ലി അതോറിറ്റേറിയൻ ദ റിലേഷൻഷിപ്പ് വിത്ത് ലോവർ മാനേജ്മെന്റ്സ് ആൻഡ് വിത്ത് ലേബർ. അതായത് നമ്മുടെ ഇന്ത്യൻ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ടോപ്പ് മാനേജ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു അതോറിറ്റേറ്റീവ് നേച്ചറാണ്. അതായത് ഈ ഓർഡേഴ്സ് കൊടുക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ പറയില്ലേ നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നിൽക്കുക, ബാക്കിയുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യുക, ജോലി ചെയ്യിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എന്നതാണ് പറയുന്നത്. അങ്ങനെയാണോ? നെക്സ്റ്റ്, പ്രിവാലൻസ് ഓഫ് ലോ ഡിഗ്രി ഓഫ് കൺട്രോൾ. കൺട്രോൾ എന്ന് പറയുന്നത് കുറവാണ് എന്നതാണോ? നെക്സ്റ്റ്, മാനേജ്മെന്റ് ഹാവ് ഫെയ്ത്ത് ഇൻ കപ്പാസിറ്റി ഓഫ് വർക്കേഴ്സ് ഫോർ ടാങ്ക് ഇനിഷ്യേറ്റീവ്. മാനേജ്മെന്റ് ഹാവ് ഫെയ്ത്ത് ഇൻ കപ്പാസിറ്റി. വർക്കേഴ്സിന്റെ കപ്പാസിറ്റിയിൽ എന്താണ് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് എന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് നമ്മുടെ ഇന്ത്യൻ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ മാനേജേഴ്സിന്റെ ഏതാണ് നമ്മുടെ ഫീച്ചറായിട്ട് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ശരിയാണ്, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല. നമുക്കൊരു പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് എല്ലാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഓൾമോസ്റ്റ് ഉണ്ട്. അപ്പോൾ ടോപ്പിലുള്ളവരെല്ലാം ഒരു അതോറിറ്റി, എനിക്കാണ് അതോറിറ്റി എന്നുള്ളതും ലോവർ ലെവലുള്ള വ്യക്തികളെല്ലാം തന്നെ എനിക്ക് താഴെയാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് നോക്കി കാണുന്നത്. അപ്പോൾ
ഇന്ത്യൻ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ലോ കൺട്രോൾ അല്ല, കൺട്രോൾ കൂടുതലായിരിക്കും. ഒരു ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി സിൻസിയർ ആയിട്ട് അല്ലെങ്കിൽ അവരെ വിശ്വസിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ആവശ്യം വരുന്നില്ല. അപ്പൊ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? പിന്നെ ടോപ്പ് ഇന്ത്യൻ മാനേജ്മെന്റ്, ടോപ്പ് മാനേജ്മെന്റ്സ് ആർ റിലേറ്റീവ്ലി അതോറിറ്റേറിയൻ റിലേഷൻഷിപ്പ് വിത്ത് their lower managements and with the labor. Okay, next one, management seeks to achieve which of the following result? മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണോ? അല്ല. ഓക്കെ, പകരം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക്കലി എന്തെങ്കിലും അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മാനേജ്മെന്റ് സീക്സ് ടു അച്ചീവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ് നമുക്ക് കണ്ണു അടച്ചുകൊണ്ട് ആൻസർ എഴുതാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു അച്ചീവ് ദ പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? പിന്നെ സർവീസ് ആണോ? സർവീസ് കൊടുക്കുന്നതാണോ? അല്ല. ഇനി സർവീസ് കൊടുക്കുന്നത് നമുക്ക് മോണിറ്ററി ടേംസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ, അത് പ്രോഫിറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ സർവീസ് അല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്റ്റൈൽ ആണെന്ന് പറയാൻ പറ്റും. സ്റ്റൈലിന് വേണ്ടിയിട്ടാണോ? അല്ല. ഡൈനാമിക്സ് ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണോ നമ്മൾ മാനേജ്മെന്റ് ചെയ്യുന്നത്? അല്ല. സ്കിൽസിന് വേണ്ടിയിട്ടാണോ? അല്ല. സ്കിൽസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പറഞ്ഞു നിൽക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഓരോ പോയിന്റും നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ അതിനെ വെച്ചിട്ട് എന്ത് വേണോ നമ്മൾ എഴുതി ചേർക്കും. പറയുമ്പോൾ എല്ലാം ശരിയായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും ഇവിടെ കണ്ണു അടച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും മാനേജ്മെന്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓവറോൾ ഗോൾ ആണ്. ആ ഗോൾ എന്ന് പറയുന്നത് ഓൾവേസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? only one. Next question, what does management effectively utilize to achieve enterprise objective? Okay, ശരിക്കും മാനേജ്മെന്റ് എന്ത് അച്ചീവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉള്ളു. ഫിനാൻഷ്യൽ റിസോഴ്സസ് മാത്രമേ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ എന്നതാണോ? അല്ല. ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് അത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇൻഫർമേഷൻ ടെക്നോളജി റിസോഴ്സസ് അത് നമുക്ക് യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും എന്ത് തന്നെയാണ്? ഒരു ഘടകമായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് മാനേജ്മെന്റ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ടു അച്ചീവ് എന്റർപ്രൈസ് ഒബ്ജക്റ്റീവ്? എന്റർപ്രൈസിന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏത് റിസോഴ്സസിനെയാണ് നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് എന്ത് ചെയ്യുന്നതിലൂടെ, യൂട്ടിലൈസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ റിസൾട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിലും ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണോ എന്ന് വെച്ചാൽ ആണ്. ഇനി ഇൻഫോർമേഷൻ ടെക്നോളജി റിസോഴ്സ് ആണ്, അതും ആണെന്ന് വെച്ചാൽ ആണ്. പക്ഷെ എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? അൾട്ടിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് വരുന്നത് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഹ്യൂമനും മെറ്റീരിയൽ റിസോഴ്സസിനകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും വരും. ഓക്കെ, ബാക്കി എല്ലാ കണ്ടന്റുകളും ഈ ഫിനാൻഷ്യൽ ആണെങ്കിൽ മെറ്റീരിയലിനകത്ത് വരില്ലേ? ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന മെറ്റീരിയലിനകത്ത് വരില്ലേ? ഇനി എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സിനകത്ത് വരില്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ്. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയും ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു മെയിൻ ഹെഡ് ഉണ്ടായിരിക്കും. എല്ലാം നോക്കുമ്പോൾ നമുക്ക് സെയിം ആണെന്ന് തോന്നും. പക്ഷേ പിന്നെ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഹെഡിനകത്താണോ ബാക്കിയെല്ലാം വരുന്നതെന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു മേരി പാർക്കർ ഫോളറ്റ്, മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ്, നമ്മൾ പറഞ്ഞതാണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. ഓക്കെ, ദ അതർ പീപ്പിൾ ഇല്ല, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഓക്കെ, മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു കലയാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്നാണ് ആര് പറയുന്നത്? മേരി പാർക്കർ ഫോളറ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റിന്റെ ഫീച്ചർ അല്ലാത്ത. അപ്പൊ നമ്മൾ ആലോചിക്കുക, മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു, അതിന്റെ ഫീച്ചർ നമ്മൾ നോക്കി. അപ്പൊ അതിന്റെ ഫീച്ചർ അല്ലാതെ വരുന്നത് ഏതാന്ന് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ഗോൾ ഓറിയന്റഡ് ആണ്. അതെ, 100% ഗോൾ ഓറിയന്റഡ് ആണ്. ദെൻ എ ഓൺ ടൈം ഇവന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറയുന്ന ഓൺ ടൈം ഇവന്റ്, ഒരു മാരേജ് എന്ന് പറയുന്ന ഓൺ ടൈം ഇവന്റ് ആണ് എന്ന് പറയുന്നത് പോലെ ഒരു ഇവന്റ് ആണോ? അല്ല. ദെൻ എ സോഷ്യൽ പ്രോസസ്. അതെ, സോഷ്യൽ പ്രോസസ് ആണ്. ദെൻ മൾട്ടി ഡിസിപ്ലിനറി പ്രോസസ് ആണോ? അതെ, ആണ്. അപ്പൊ അല്ലാത്തത് ഏതാണ്? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോട്ട് എ ഫീച്ചർ ഓഫ് മാനേജ്മെന്റ് ആണ്. അപ്പൊ അല്ലാത്തത് ഏതാണ്? ഓൺ ടൈം പ്രോസസ്. ഓൺ ടൈം പ്രോസസ് ആണോ? അല്ല, കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് കൺസിഡേർഡ് എ കണ്ടിന്യൂസ് പ്രോസസ് ബിക്കോസ് ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് പോയിന്റ്. മാനേജ്മെന്റിനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നു. എന്തുകൊണ്ടാണ്?
ഓക്കെ, നമുക്ക് നോക്കാം. ഹാസ് എ ഡെഫിനിറ്റ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് പോയിന്റ്. മാനേജ്മെന്റിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിംഗ് പോയിന്റും ഉണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. നമുക്ക് നോക്കേണ്ടത് എന്താണ്? മാനേജ്മെന്റിനെ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്നാണ്. പക്ഷേ മാനേജ്മെന്റിന്റെ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീച്ചറാണ് മാനേജ്മെന്റിന് എന്തുണ്ട്? ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടും എൻഡ് പോയിന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനും ഇതായിട്ട് കണക്ട് ചെയ്യുക. ക്വസ്റ്റ്യനുമായിട്ട് ഇത് കണക്ഷൻ ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ആൻഡ് സ്റ്റേബിൾ ഫംഗ്ഷൻ. ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ്. അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞു നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമി അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫംഗ്ഷൻസ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഒരിക്കലും ഒരു സ്റ്റാറ്റിക്കോ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഈസ് എ ഡൈനാമിക് ആൻഡ് ഗ്രോത്ത് ഓറിയന്റഡ് ഫംഗ്ഷൻ. ഡൈനാമിക് ആണ്, അതേ ഗ്രോത്ത് ഓറിയന്റഡ് ഫംഗ്ഷൻ ആണ്, അത് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡസ് നോട്ട് അഡാപ്റ്റ് ചേഞ്ചിങ് കണ്ടീഷൻസ്. ചേഞ്ചിങ് കണ്ടീഷൻസ് അഡോപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റേ നിലനിൽക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ് എ ഡൈനാമിക് ആൻഡ് ഗ്രോത്ത് ഓറിയന്റഡ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ വരുന്ന സിറ്റുവേഷൻ, മാറുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് വീണ്ടും ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആവും. ഗ്രോത്ത് നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? ഇസ് എ ഡൈനാമിക് ആൻഡ് ഗ്രോത്ത് ഓറിയന്റഡ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് സെഡ് ടു ബി ഇൻടാഞ്ചിബിൾ ബിക്കോസ്. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. എന്തുകൊണ്ടാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്. കാണാനും സ്പർശിക്കാനും കഴിയുമെങ്കിൽ അതിനെ നമ്മൾ ടാഞ്ചിബിൾ എന്നല്ലേ പറയൂ, ഇൻടാഞ്ചിബിൾ എന്ന് പറയോ? അപ്പൊ എന്തായാലും അതല്ല അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ അബ്സ്ട്രാക്ട് ആൻഡ് കനോട്ട് ബി സീൻ വിത്ത് ഐസ്. നമുക്ക് അത് നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് ആണ്. ഇതേ സെന്റൻസ് നമ്മൾ പറഞ്ഞതാണ്. ഇത് അബ്സ്ട്രാക്ട് ആണ്, കനോട്ട് സീൻ വിത്ത് ഐസ്. നമ്മുടെ കണ്ണുകളാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ കഴിയില്ല. കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഒബ്ജക്ട്. ഇതൊരു ഫിസിക്കൽ ഒബ്ജക്ട് ആണ്. ഫിസിക്കൽ ഒബ്ജക്ട് ആണെങ്കിൽ വി ക്യാൻ ടച്ച് ആൻഡ് സീൻ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻടാഞ്ചിബിൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതെന്തായാലും അല്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. ഇത് എന്ത് ചെയ്യുന്നില്ല? റിയാലിറ്റിയിൽ എക്സിസ്റ്റേ ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. നമുക്ക് പറയാൻ പറ്റും മാനേജ്മെന്റിന്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പ്രസൻസ് നമുക്ക് റിസൾട്ടിലൂടെ അറിയാൻ പറ്റും. പക്ഷെ അത് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും. അപ്പൊ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ അബ്സ്ട്രാക്ട് ആൻഡ് കനോട്ട് സീൻ വിത്ത് ദി ഐസ്. ഓക്കെ, ഇത് നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. റിയാലിറ്റിയിൽ എക്സിസ്റ്റേ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് കണ്ണിൽ കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ അതിന്റെ ഒരു പ്രസൻസ് റിസൾട്ടിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് മാനേജ്മെന്റ് ആസ് എ സോഷ്യൽ പ്രോസസ്. മാനേജ്മെന്റിനെ സോഷ്യൽ പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് നമ്മൾ അതിനെ സോഷ്യൽ പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നത്? നമ്മൾ ഫീച്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ സോഷ്യൽ പ്രോസസ് ആണെന്ന്. അവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇറ്റ് ഹാസ് ദ പ്രസൻസ് ഓഫ് ഫിസിക്കൽ എലമെന്റ്സ്. ഫിസിക്കൽ എലമെന്റ്സ് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യുന്നത് കൊണ്ടാണ് സോഷ്യൽ പ്രോസസ് എന്നാ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ഡീലിംഗ് വിത്ത് മെഷീൻസ് ആൻഡ് ടെക്നോളജി. മെഷീൻസിനെയും ടെക്നോളജിയും ഡീൽ ചെയ്യുന്നത് കൊണ്ട് സോഷ്യൽ പ്രോസസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ശുദ്ധ മണ്ടത്തരം എന്നൊക്കെ പറയുന്നത് പോലെ അതല്ലേ അല്ല. നെക്സ്റ്റ് വൺ, വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതർ പീപ്പിൾ. ത്രൂ പീപ്പിൾ, അതായത് വ്യക്തികളുമായിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പീപ്പിൾസിലൂടെ, അതായത് വ്യക്തികളിലൂടെ നമ്മൾ നേടുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ശരി, ആവാം. നെക്സ്റ്റ്, ഇഗ്നോറിംഗ് ഹ്യൂമൻ എലമെന്റ്സ് ഇൻ ദ വർക്ക് പ്ലേസ്. നമ്മുടെ വർക്ക് പ്ലേസിന്റെ ഹ്യൂമൻ എലമെന്റ്സേ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. ദർ ഇസ് എ പ്രസൻസ് ഓഫ് ഹ്യൂമൻ എലമെന്റ്സ്. അപ്പൊ അതുമല്ല. ദെൻ ഫോക്കസിങ് ഓൺ ഇൻഡിവിജ്വൽ എഫേർട്സ് ഉള്ളൂ. ഇൻഡിവിജ്വൽസിന്റെ എഫേർട്ട് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണോ സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്? അല്ല. അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത്? വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ പീപ്പിൾ. ഓക്കെ, നമ്മൾ വ്യക്തികളോടൊപ്പം നമ്മൾ വർക്ക് ചെയ്യുകയും വ്യക്തികളിലൂടെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മാനേജ്മെന്റിനെ നമ്മൾ സോഷ്യൽ പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് കൺസിഡേർഡ് സിറ്റുവേഷണൽ ബിക്കോസ് ഇറ്റ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് സിറ്റുവേഷണൽ ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് അത് സിറ്റുവേഷണൽ എന്ന് പറയുന്നത്? അത് നമ്മൾ പറഞ്ഞ ഫീച്ചർ ആയിരുന്നു ഇല്ലേ? ഫോളോസ് ദ സെയിം അപ്രോച്ച് ഇൻ ഓൾ സിറ്റുവേഷൻസ്. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ അപ്രോച്ച് തന്നെ അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. മിക്കവാറും ഫസ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ഇത് തന്നെ കൊണ്ടുവന്ന് കുത്തും. കാരണം എന്ത് കണ്ടതുകൊണ്ട്? സിറ്റുവേഷൻ കണ്ടതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ തെറ്റുകയും ചെയ്യും. ഓക്കെ, എല്ലാ സിറ്റുവേഷനിലും സെയിം അപ്രോച്ച് തന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണോ നമ്മൾ അതിനെ സിറ്റുവേഷണൽ എന്ന് പറയുന്നത്? അല്ല. ദ നെക്സ്റ്റ് വൺ, അപ്ലൈസ് നോളജ് ടു റിയാലിറ്റീസ് ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്. അതെ, അതായത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നോളജ് എന്ന് പറയുന്നത്
റിയാലിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ റിസൾട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ദാറ്റ് ഈസ് സിറ്റുവേഷണൽ. നമ്മുടെ നോളജ് സിറ്റുവേഷണൽ ആയിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം. യെസ്, ഇത് കറക്റ്റ് ആണ്. അടുത്ത് നോക്കാം, ഇഗ്നോർസ് എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റിനെ ഒരു സിറ്റുവേഷണൽ ആയിട്ട് കണക്കാക്കണമെന്നുണ്ടോ? ഇല്ല, തെറ്റാണ്. നെക്സ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ഫിക്സഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച്. അതായത് ഒരിക്കലും മാറാത്ത കുറെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് സിറ്റുവേഷണൽ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുമല്ല. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? അപ്ലൈസ് നോളജ് ടു റിയാലിറ്റീസ് ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്. ഓക്കെ, നമ്മുടെ നോളജ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ റിയാലിറ്റിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ആൻസർ എന്ന് പറയുന്നത് ബി. വാട്ട് മേക്സ് മാനേജ്മെന്റ് എ ഡിസ്റ്റിങ്ക്ട് ആക്ടിവിറ്റി? മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ക്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നതിനുള്ള റീസൺ എന്താണെന്നാ ചോദിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് സ്പെസിഫിക് ഫംഗ്ഷൻസ് ലൈക്ക് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. അതായത് പ്ലാനിങ്ങും കൺട്രോളിങ്ങും അതുപോലുള്ള സ്പെസിഫിക് ഫംഗ്ഷൻസ് ഒക്കെ ഉൾപ്പെട്ടത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ഒരു ഡിസ്റ്റിങ്ക്ട് ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ശരിയാണോ? ഇനി നമ്മൾ ഈ എല്ലാ പോയിന്റും ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നാമെങ്കിലും ബാക്കി എല്ലാ പോയിന്റും വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഐഡന്റിക്കൽ ടു അതർ ബിസിനസ് ഫംഗ്ഷൻസ്. മറ്റു ബിസിനസ് ഫംഗ്ഷൻസുമായിട്ട് എന്തുള്ളത് കൊണ്ടാണ്, ഐഡന്റിക്കൽ ആയിട്ടുള്ള ബിസിനസ് ഫംഗ്ഷൻസ് ഉള്ളത് കൊണ്ടാണോ എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റുള്ള ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റുമോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് കനോട്ട് ബി സ്റ്റഡീഡ് ഓർ പ്രാക്ടീസ്ഡ്. പഠിക്കാനും ഇല്ല, ദാറ്റ് മീൻസ് ഇറ്റ് കനോട്ട് ബി സ്റ്റഡീഡ്. നമുക്ക് പഠിക്കുന്നുമില്ല, പ്രാക്ടീസ് ചെയ്യുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെ മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റുമോ? അതിലുപരി അതൊരു ഡിസ്റ്റിങ്ക്ട് ആക്ടിവിറ്റി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അപ്പൊ അതുമല്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ഡീലിംഗ് വിത്ത് ദ പീപ്പിൾ. മാനേജ്മെന്റ് എന്ന് പറയുന്നതേ നമ്മൾ തുടക്കം മുതലേ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു കലയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ള വ്യക്തികളുമായിട്ടേ ഡീലിങ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ മാനേജ്മെന്റ് എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പൊ അതുമല്ല. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഇറ്റ് ഇൻവോൾവ് സ്പെസിഫിക് ഫംഗ്ഷൻസ് ലൈക്ക് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. ഡിസ്റ്റിങ്ക്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻസ് ആണ്, വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ദെൻ the success or failure of management largely depends on static techniques and principles. അതായത് the success or failure of management largely depends upon. മാനേജ്മെന്റിന്റെ സക്സസ് ആയിരുന്നാലും ഫെയിലിയർ ആയിരുന്നാലും പ്യൂർലി ബേസ് ചെയ്യുന്നത് എന്തിനെ എന്നുള്ളതാണ്. സ്റ്റാറ്റിക് ടെക്നിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ടെക്നിക്സിന്റെയും പ്രിൻസിപ്പിൾസും അതുള്ളത് കൊണ്ടാണോ? അല്ല. ദ ഏജ് ഓഫ് ദ മാനേജേഴ്സിന്റെ ഏജ് എന്ന് പറയുന്നത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. Next one, how well it is equipped with the latest techniques and principles. അതായത് എങ്ങനെയാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്സും പ്രിൻസിപ്പിൾസും എക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്താണോ? then ignoring changes in the external environment. എക്സ്റ്റേണൽ എൻവയോൺമെന്റിലെ ചേഞ്ചസ് ഇഗ്നോർ ചെയ്തിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് മാനേജ്മെന്റ് ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ. അതായത് മാനേജ്മെന്റിന്റെ സക്സസ് ആയിരുന്നാലും ഫെയിലിയർ ആയിരുന്നാലും പ്യൂർലി ബേസ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്സിന്റെയും പ്രിൻസിപ്പിൾസും നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിങ് സിറ്റുവേഷൻ അനുസരിച്ച് മാറുകയും അതിലൂടെ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഹൗ വെൽ ഇറ്റ് ഈസ് equipped വിത്ത് ദി ലേറ്റസ്റ്റ് ടെക്നിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി ബിക്കോസ്. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്ട് എന്ന് പറയുന്നത് എന്നതാണ്. ഫോക്കസ് ഇസ് സോളി ഓൺ ഫിനാൻഷ്യൽ നോളജ്. ഫിനാൻഷ്യൽ നോളജ് ഉള്ളത് കൊണ്ട് മാത്രമാണോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഫീൽഡ് അല്ലേ? മൾട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഫിനാൻഷ്യൽ നോളജ് മാത്രമാണെന്ന് പറയുമ്പോൾ എന്തായാലും ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് മാനേജ്മെന്റിനെ പറയുന്നതിനുള്ള റീസൺ അല്ല. നെക്സ്റ്റ് വൺ, റിക്വയർസ് നോളജ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻസ് ലൈക്ക് സോഷ്യോളജി ആൻഡ് സൈക്കോളജി. സോഷ്യോളജി സൈക്കോളജി അതുപോലുള്ള വേരിയസ് ഡിസിപ്ലിൻസ് നിന്നുള്ള നോളജ് ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാവാം. ആണ്. ഓക്കെ, ശരിയാണ്. നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റഡ് ടു ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസിൽ മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുന്നു, ഒരു സബ്ജക്റ്റിൽ മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാൻ പറ്റുക. ടേം തന്നെ പറയുന്നുണ്ട് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ വേരിയസ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുമല്ല. നെക്സ്റ്റ് വൺ, ഡസ് നോട്ട് ഇൻകോർപ്പറേറ്റ് എനി എക്സ്റ്റേണൽ നോളജ്. ബാക്കി വേറെ ഒരു എക്സ്റ്റേണൽ നോളജിനെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതേ ഇല്ല.
ഓക്കെ, അതുകൊണ്ടുമല്ല. അപ്പൊ എന്തായിരുന്നു ആൻസർ? മാനേജ്മെന്റ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നതിനുള്ള റീസൺ requires knowledge from various disciplines like sociology and psychology. Okay, next question, which of the following does not contribute to the importance of management? മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസിനകത്ത് വരാത്ത കാര്യം ഏതെന്നുള്ളതാണ്. ഫോക്കസിങ് സോൺലി ഓൺ പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പ്രോഫിറ്റ് മാത്രമല്ല, നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ബ്രിങ്ങിങ് ഓർഡർ ടു ആൻ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്. ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതെ, ട്രൂലി എന്ത് തന്നെയാണ് മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്? മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് തന്നെയാണ്. നെക്സ്റ്റ് വൺ, മീറ്റിംഗ് ദ ചലഞ്ചസ് ഓഫ് ചേഞ്ചസ് എന്താണെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ ചലഞ്ചസ് എന്ന് പറയുന്നത് ഫേസ് ചെയ്യുക അല്ലെങ്കിൽ മീറ്റ് ചെയ്യുക എന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്? ഫോക്കസിങ്, പ്രോഫിറ്റ് നേടാൻ വേണ്ടി മാത്രമാണ് ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, ശരിയായിട്ടുള്ള മാനേജ്മെന്റിന്റെ ഒരു കാര്യമല്ല. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ? ഫോക്കസിങ് സോൺലി ഓൺ പ്രോഫിറ്റ്സ്. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഫോക്കസസ് ഓൺ, സിമ്പിൾ ആണ്, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. അതെ, എഫിഷ്യൻസി മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദെൻ എഫക്റ്റീവ്നെസ് ഓൺലി, അതും നമുക്ക് പറയാൻ പറ്റില്ല. നെയ്തർ എഫിഷ്യൻസി ഓർ എഫക്റ്റീവ്നെസ്, ഒന്നുകിൽ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ്, നമുക്ക് രണ്ടും വേണം. അപ്പൊ എന്തായിരിക്കും മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത്? എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ആണ്. അപ്പൊ ആൻസർ എന്തായിരുന്നു? എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അലൗസ് ഫോർ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസിന്റെ വേസ്റ്റേജ് അലോ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ധർമ്മമാണ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തെറ്റാണ്. എൻഷുവേഴ്സ് റിസോഴ്സസ് ആർ യൂസ്ഡ് എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി. അതെ, റിസോഴ്സസ് നമ്മളെ എഫിഷ്യൻലിയും അല്ലെങ്കിൽ എഫക്റ്റീവ്ലി യൂസ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്താ പറയുന്ന ആസ്പെക്ട് ആണ്. ദാറ്റ് മീൻസ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ദെൻ ഫോക്കസ് ഓൺ യൂസിങ് മിനിമൽ റിസോഴ്സസ് വിത്തൗട്ട് റിഗാർഡ് ടു ഔട്ട്കംസ്. എന്ത് ചെയ്യുക? നമുക്ക് ഒരു ഔട്ട്കം ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? മിനിമം റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ, എൻകറേജസ് ദ യൂസ് ഓഫ് അൺലിമിറ്റഡ് റിസോഴ്സസ്. അൺലിമിറ്റഡ് റിസോഴ്സസിനെ എൻകറേജ് ചെയ്യുക. അത് നമുക്ക് ഒപ്റ്റിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് പറയുന്നത്? ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, നെക്സ്റ്റ്, ദ ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഇൻ മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടന്റ്. അതായത് മാനേജ്മെന്റിൽ ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്ത് എന്നതാണ്. കോസ് ഇറ്റ് കൺഫ്യൂഷൻ അബൌട്ട് ഡയറക്ഷൻ. അതായത് നമുക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണോ, ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ, എങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അതിന് കാരണമാകുന്നുണ്ടോ, അതിന് വേണ്ടിയിട്ടാണോ? കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ അതെന്തായാലും അല്ല. പ്രൊവൈഡിങ് എ ക്ലിയർ ഡയറക്ഷൻ ആൻഡ് ഫോക്കസ്. ക്ലിയർ ഡയറക്ഷൻ ആൻഡ് ഫോക്കസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുൻകൂട്ടി നമ്മുടെ ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. ശരിയാണ്. ഇഗ്നോറിംഗ് ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇഗ്നോറിംഗ് ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല, അത് തെറ്റാണ്. നെക്സ്റ്റ് വൺ, ഫോക്കസിങ് സോൺലി ഓൺ എക്സ്റ്റേണൽ ഒബ്ജക്റ്റീവ്സ്. എക്സ്റ്റേണൽ ഒബ്ജക്റ്റീവ്സിൽ മാത്രമാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോക്കസ് മൊത്തം സോഷ്യൽ മീഡിയയിലാണ്. പറ്റുമോ? ഇല്ല. ശരിയാണോ? അല്ല. അപ്പോൾ അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രൊവൈഡിങ് എ ക്ലിയർ ഡയറക്ഷൻ ആൻഡ് ഫോക്കസ്. ഓക്കെ, ബി. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗോൾ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഗോള് അല്ലാത്തത് എന്തൊക്കെയായിരുന്നു? എക്കണോമിക് ഡിക്ലൈൻ, അതായത് സാമ്പത്തികപരമായിട്ട് താഴേക്ക് പോകുക. അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ മാനേജ്മെന്റ് ചെയ്യുന്നത്? ഇത്രയും പൈസയൊക്കെ കൊടുത്ത് വെച്ച് മാനേജറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് എക്കണോമിക്കലി സാമ്പത്തികപരമായിട്ട് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണോ? അല്ല, തെറ്റാണ്. നെക്സ്റ്റ് വൺ, എക്കണോമിക് ഗ്രോത്ത്. അതെ, ആണ്. മെയിൻ ഒബ്ജക്റ്റീവ് ആണ്, ഗോൾ ഓഫ് മാനേജ്മെന്റ് ആണ്. അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓവറോൾ റിസൾട്ട് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. ശരിയാണ്. സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ ആണ്, ശരിയാണ്. അപ്പോൾ അല്ലാത്തതെന്ന് പറയുന്നത്, മാനേജ്മെന്റിന്റെ ഗോൾ അല്ലാത്തതെന്ന് പറയുന്നത് എക്കണോമിക് ഡിക്ലൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾസ് ഇൻ മാനേജ്മെന്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ. നമുക്ക് ഗ്രൂപ്പ് ഗോള്, അതായത് ഓർഗനൈസേഷന്റെ ഗ്രൂപ്പ് ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതിലൂടെയാണ്? ഫോക്കസിങ് സോൺലി ഓൺ ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ്. ഇൻഡിവിജ്വൽസിന്റെ അച്ചീവ്മെന്റിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, കോർഡിനേറ്റിംഗ്
എഫേർട്സ് ടുവേർഡ്സ് കോമൺ ഒബ്ജക്റ്റീവ്. നമുക്ക് ഉള്ള എഫേർട്ടിനെ നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവിലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗനൈസേഷന്റെ റിസൾട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് വരാം. ഇഗ്നോറിങ് ടീം ഡൈനാമിക്സ്. ടീം ഡൈനാമിക്സിനെ ഇഗ്നോർ ചെയ്യുക അതെന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ഗ്രൂപ്പ് ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പ്രൊമോട്ടിങ് കോമ്പറ്റീഷൻ ഓവർ കൊളാബറേഷൻ. ദെൻ കോമ്പറ്റീഷനും കൊളാബറേഷനും ഒക്കെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ കോമ്പീറ്റിംഗ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ നമ്മൾ എന്ത് ചെയ്യുക? കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ള ബിസിനസ് ഏരിയ അല്ലെങ്കിൽ അലൈഡ് ആക്ടിവിറ്റീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണോ? അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്തിലൂടെയാണ്? നമുക്ക് ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് എഫേർട്സ് ടുവേർഡ്സ് കോമൺ ഗോൾ ഒബ്ജക്റ്റീവ്. ഇനി ഇൻഡിവിജ്വൽസിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും നമ്മുടെ എഫേർട്സിനെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ എന്ത് ചെയ്തുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കോമൺ ഒബ്ജക്റ്റീവിലേക്ക് ലീഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പ് ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനേജ്മെന്റ് കോൺട്രിബ്യൂട്ട് ടു സ്റ്റെബിലിറ്റി ബൈ. എങ്ങനെയാണ് മാനേജ്മെന്റിന് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ഥിരമായിട്ട് നമ്മുടെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? അല്ല. നെക്സ്റ്റ് വൺ, അഡാപ്റ്റിംഗ് ടു ആൻഡ് മാനേജിങ് ചേഞ്ചസ് എഫക്റ്റീവ്ലി. നമ്മൾ എന്ത് ചെയ്യണം? അഡാപ്റ്റിംഗ് ടു ആൻഡ് മാനേജിങ് ചേഞ്ചസ് എഫക്റ്റീവ്ലി. ചേഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറുകയും വേണം. അഡാപ്റ്റിംഗ് ടു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യണം. ആൻഡ് മാനേജിങ് ചേഞ്ചസ് എഫക്റ്റീവ്ലി. ആ ചേഞ്ചസ് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ എന്തും ചെയ്യണം? മാനേജ് ചെയ്യുകയും വേണം. അതിലൂടെ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും? സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. അല്ല നമ്മളിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്, അത് നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ ചേഞ്ചസ്, അതായത് ടേസ്റ്റും പ്രിഫറൻസും മാറുന്ന അനുസരിച്ച് ടെക്നോളജീസ് മാറുകയാണ്. അങ്ങനെ മാറാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവും. അപ്പൊ അതിനനുസരിച്ച് മാറുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു നിലനിൽപ്പ് ഉണ്ടാകുന്നത്, ഒരു എക്സിസ്റ്റൻസ്, ഒരു പെർപെക്ച്വൽ സക്സഷൻ, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ശരിയാണ്. ദെൻ ഇഗ്നോറിങ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ചേഞ്ചസ്. എക്സ്റ്റേണലും ഇന്റേണലും ചേഞ്ചസ് നമ്മൾ നോക്കുന്നേ ഇല്ല, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നതാവും ശരി. അപ്പം അതും തെറ്റാണ്. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് എ സ്റ്റാറ്റിക് അപ്രോച്ച് ടു ഓൾ സിറ്റുവേഷൻസ്. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഒരേ ടാക്ടിക് തന്നെയാണ്, ഒരേ മാറ്റം തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ ട്രക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റുമോ? ഇല്ല. സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് ഈ പറയുന്ന ആറ്റിറ്റ്യൂഡും ടെക്നോളജീസും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ അതുമല്ല. അപ്പൊ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? അഡാപ്റ്റിംഗ് ടു ആൻഡ് മാനേജിങ് ചേഞ്ചസ് എഫക്റ്റീവ്ലി. നമ്മളിന്ന് അപ്പൊ ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് പഠിച്ചത് ഒരു ചെറിയ ഏരിയ മാത്രമാണ്, പക്ഷെ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു. പക്ഷെ ആ ക്വസ്റ്റ്യൻ ഒന്നും തന്നെ നമുക്ക് വളരെ കോൺസെൻട്രേറ്റ് ചെയ്തും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ടുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട്. കാരണം ഇത്രയും പറയേണ്ടുന്ന കാര്യം എന്നാൽ മാത്രമേ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും മാനേജ്മെന്റിനെ പറ്റി ഈ ടേമുകൾ മാത്രമായിരിക്കും പറഞ്ഞു പോകുന്നത്. ഡൈനാമിക്സ് ആണോ അങ്ങനെയുള്ള ടേമുകളെല്ലാം ആയിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇത്രയും ഏരിയ എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ചെയ്ത് എടുത്തത്. ഓക്കെ, താങ്ക് യു.